മാനിഫെസ്റ്റോ പ്രകടന പത്രിക ഒട്ടും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. സാധാരണ നിലയിൽ നയവും പരിപാടിയും കൂടി ജനങ്ങൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് അതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടായിട്ട് അതെത്രമാത്രം വലിയ വിഷയമാണോ അല്ലയോ എന്നുള്ളതല്ല, അതാണൊരു പൊതുരീതിയായി സ്വീകരിക്കാറ്. ഇത്തവണ അതുപോലും ഉണ്ടാവുന്നില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. ശ്രീ അഭിലാഷ്, എന്താണോ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് അതൊഴികെ ഉപരിപ്ലവമായ കാര്യങ്ങളെല്ലാം ചർച്ചയ്ക്ക് വിഷയഭവിക്കുന്ന ഒരു 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 രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഒന്ന്, പ്രകടന പത്രികയിൽ UDF-നും LDF-നും NDA-ക്കും പറയാനുള്ളത് എന്ത്, അത് ജനസമക്ഷം അവതരിപ്പിക്കുക, അതേക്കുറിച്ച് ഡിബേറ്റ് ചെയ്യുക, ഇതാണ് പ്രാഥമികമായി വേണ്ടത്. രണ്ട്, അടിസ്ഥാനപരമായ ചില വിഷയങ്ങൾ, ചില രാഷ്ട്രീയങ്ങൾ പറയാം. തിരഞ്ഞെടുപ്പ് സമയത്താണ് കൃത്യമായ രാഷ്ട്രീയം പറയാനുള്ള നിലപാടുകൾ പറയാനുള്ള ഒരു സമയമാണ്. അത് പറയുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇനി രാഷ്ട്രീയ സദാചാരമില്ലാത്ത പ്രവൃത്തികൾ, അത് വീൺവാക്കുകളെക്കുറിച്ചല്ല, ഒരുപക്ഷെ ഒരു കക്ഷിയിൽ നിൽക്കുന്ന ഒരാൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മറുകക്ഷിയിലേക്ക് ചേരുന്നു, അല്ലെങ്കിൽ വേറിട്ട നിലപാടെടുക്കുന്നു, അവരെ സ്വീകരിക്കുന്നു, അതിനകത്ത് എത്രത്തോളം രാഷ്ട്രീയ സദാചാരമുണ്ട്, അങ്ങനെയൊരു വിഷയങ്ങൾ ഒരുപക്ഷെ വേണമെങ്കിൽ ചർച്ചയ്ക്ക് വിഷയഭവിക്കുന്നതിൽ തരക്കേടില്ല. തീർച്ചയായും ജനങ്ങളെ ബാധിക്കുന്ന ഇതൊന്നുമല്ല. അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തൊഴിലില്ലായ്മ, പിന്നെ വിലക്കയറ്റം, ഇതെല്ലാം ഗ്യാസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ് ദൈനംദിന വിഷയങ്ങൾ. ഒരു ഗവൺമെൻറ്റിൽ നിന്നും ജനം എന്താണ് ആഗ്രഹിക്കുന്നത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നിൽക്കണം. അതാണ് ക്രമസമാധാനം. അതുപോലെ അവരുടെ ജീവിത ഉപാധികൾ ഉണ്ടാവണം, സ്വച്ഛന്തമായ ജീവിതം ഉണ്ടാകണം, അഴിമതിരഹിതമായൊരു ഭരണം ഉണ്ടാകണം. ഇങ്ങനെയൊക്കെയുള്ള മിനിമം കാര്യങ്ങൾ, ഇതൊക്കെ അട്ടത്ത് വെച്ചതിന് ശേഷം തീർത്തും നോൺ ഇഷ്യൂസ് അല്ലെങ്കിൽ വൈകാരികമായ വിഷയങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് ഒരു തരം ഒളിച്ചോട്ടമാണ്. യഥാർത്ഥ വിഷയങ്ങൾ ഡീല് ചെയ്യുന്നതിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്, എളുപ്പ വഴിയാണ്. അതുകൊണ്ട് വൈകാരികമായി തീർച്ചയായും നമ്മൾ ചാനൽ ചർച്ചയിലെ വിലയേറിയ സമയം ചിലപ്പോൾ ചില പ്രയോഗങ്ങളുടെ പിന്നാലെ, അല്ലെങ്കിൽ ചില രീതികളുടെ പിന്നാലെ, അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുടെ പിന്നാലെ, അല്ലെങ്കിൽ ചില പരാമർശങ്ങളുടെ പിന്നാലെ ഒക്കെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ കാതലായ വിഷയങ്ങൾ കേരള സമൂഹം ചർച്ച ചെയ്യുന്നില്ല. ഇനി കേവലം ഒരു അരമാസം പോലും ഇല്ല തെരഞ്ഞെടുപ്പ്. ഒരു 14 ദിവസമാണ് ഇത് തെരഞ്ഞെടുപ്പിന്. ഈ 14 ദിവസത്തിനുള്ളിൽ ഓടിയെത്താൻ പറ്റുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ കക്ഷികൾ പുനർവിചിന്തനം നടത്തേണ്ട ഒരു കാര്യമാണ്. നോക്കൂ, UDF-ൻ്റെയും LDF-ൻ്റെയും പ്രകടന പത്രികയെല്ലാം വരികയാണ്. UDF ആണെങ്കിൽ 5 പോയിന്റുകൾ, നേരത്തെ ന്യായ പദ്ധതി എന്ന് പറയുന്നു, രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2 ആഴ്ച മുൻപ് വന്ന് പ്രഖ്യാപിച്ച 5 പദ്ധതികളുണ്ട്. അത് എത്രത്തോളം നടപ്പാക്കുന്നതാണ്, അതിനെക്കുറിച്ച് വളരെ ഷാർപ്പായി ക്രിട്ടിക്കലായി ഇടതുപക്ഷം പറയണം, BJP പറയണം, കോൺഗ്രസ് അതിനെ ന്യായീകരിക്കണം. അവിടെയാണ് അതിൻ്റെ ഒരു പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ 10 വർഷത്തെ നടപടികൾ വിലയിരുത്താൻ കിട്ടുന്ന ഒന്നാന്തര സമയമാണ്. PR വർക്കിന് വേണ്ടി ഏറെ സമയം ചെലവഴിച്ച് ശരിയാണ്, പക്ഷേ PR വർക്കല്ല യഥാർത്ഥ പ്രചരണം. യഥാർത്ഥ പ്രചരണം, വീട് വീടാന്തരമുള്ള പ്രചരണം, അല്ലാതെയുള്ള പ്രചരണം, കോർണർ മീറ്റിംഗ്, അവിടെയെല്ലാം ഈ നോൺ ഇഷ്യൂസും മൂന്നാം കക്ഷി പ്രയോഗങ്ങളും മാറ്റിവെച്ചതിന് ശേഷം ഫണ്ടമെൻ്റൽ വിഷയത്തിലേക്ക് വരാനുള്ള സമയമായി എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. വളരെ വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് അത് എന്ന് എനിക്ക് തോന്നുന്നു.